ഹായ് വിവേഴ്സ്, രേഖ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നൈറ്റി മെറ്റീരിയലിൽ ഒരു 46 ഇഞ്ച് വണ്ണമുള്ള ഒരു ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ടോപ്പ് ഇതുപോലെ വിരിച്ചിട്ടിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ആ കൈക്കുഴിയുടെ ഭാഗത്തായിട്ട് ടേപ്പ് പിടിച്ചിട്ട് രണ്ട് സൈഡിലും ഒരുപോലെ പിടിച്ച് നോക്കി നന്നായിട്ട് വലിച്ച് അളന്നെടുത്ത് നോക്കണം. അപ്പോഴേ ഇവിടെ കിട്ടിയിട്ടുള്ളത് 23 ഇഞ്ച് വണ്ണമാണ്. അപ്പോൾ 23 46 ഇഞ്ച് വണ്ണം ഈ ടോപ്പിന് വരും. കണ്ടല്ലോ, 23 തയ്യൽ തുമ്പ് കൂടാതെ 23 ഇഞ്ച് വണ്ണമാണ് ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കണം. ഇതൊരു കോളർ കുർത്തിയാണ്. അപ്പോൾ നമ്മൾ കോളർ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് ടേപ്പ് പിടിച്ചിട്ട് വേണം അങ്ങ് അറ്റം വരെ എത്രയുണ്ടെന്ന് നോക്കാനായിട്ട്. അപ്പോൾ 46 ഇഞ്ച് ലെങ്താണ് ഈ അളവ് ചുരിദാറിലുള്ളത്. ഇനി നമുക്ക് അതിനെ മെറ്റീരിയലിനെ മടക്കിയിടാം. രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഈ മടക്ക് ഭാഗം അപ്പുറത്തെ സൈഡിലാണ് ആ ഭാഗം വന്നിട്ടുള്ളത്. അതുപോലെ ഈ രീതിയിൽ നമ്മൾ വണ്ണം കിട്ടത്തക്ക രീതിയിൽ അളന്ന് നോക്കിയിട്ട് വേണം. ആവശ്യത്തിന് മടക്കിയിട്ടാൽ മതി. ഫുൾ മടക്കിയിട്ടാലും കുഴപ്പമില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. അതിനുശേഷം നമുക്ക് ആദ്യം അതിന് ഞാനിപ്പോൾ അതൊന്ന് മറച്ചിട്ടിട്ടുണ്ട്. മറച്ചിട്ടാലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് മാർക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനതൊന്ന് മറച്ചിട്ടൊക്കെയാണ്. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 8 ഇഞ്ച് ഷോൾഡറാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോളർ കുർത്തി ആയതുകൊണ്ട് കുറച്ച് ഷോൾഡർ കൂടുതലായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് 8 ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ എന്നിട്ട് അതിന് ശേഷം ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു 7 ഇഞ്ച് താഴേക്ക് 7 ഇഞ്ച് 9 ഇഞ്ച് കൈക്കുഴി 9.5 ഇഞ്ച് കൈക്കുഴി നമുക്ക് ആവശ്യമുണ്ട്. ഇത്രയും വണ്ണമുള്ള ചുരിദാർ ആയതുകൊണ്ട് അതുകൊണ്ട് 7 ഇഞ്ച് കൈക്കുഴിയാണ്. അപ്പോൾ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു കർവ് ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യേണ്ടത് എൻ്റെ ചെസ്റ്റ് വണ്ണമാണ്. ചെസ്റ്റ് വണ്ണം 23 അപ്പോൾ 23ൻ്റെ പകുതി 11.5 ആദ്യം മാർക്ക് ചെയ്യുക. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ അളവ് ചുരിദാറിൽ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള തയ്യൽ തുമ്പ് ചേർത്താൽ മതി. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ചേർക്കുക. അതിനുശേഷം ചുരിദാറിൻ്റെ ഷേപ്പാണ് മാർക്ക് ചെയ്യേണ്ടത്. ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡറിൽ ടേപ്പ് വെച്ചിട്ട് ഒരു 14.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിൽ ചെസ്റ്റ് വണ്ണം എത്രയാണോ കൊടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് താഴേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഷേപ്പ് ആയിക്കോളും. പിന്നെ ചെസ്റ്റ് അത് ഷേപ്പ് വണ്ണം ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അതനുസരിച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ സാധാരണ 1 ഇഞ്ച് കുറച്ചിട്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ മുകളിൽ 11.5 കൊടുത്തത്. അപ്പോൾ ഷേപ്പിൽ 10.5 കൊടുത്തിട്ടുണ്ട്. 10.5 2 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുകയാണേ. ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത് ഹിപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡറിൽ നിന്നും താഴേക്ക് 23 ഇഞ്ച് ഇറക്കം കൊടുക്കുകയാണ്. ഞാൻ ആദ്യം 21 ഇട്ടത്. അപ്പോൾ ചുരിദാറിൽ നോക്കിയപ്പോൾ 23 ഇഞ്ച് താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 23 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ വണ്ണം നമുക്ക് അളവ് ചുരിദാറിലൊന്ന് നോക്കാം എത്രയുണ്ടെന്ന്. അത് 24 ഇഞ്ച് വണ്ണമാണ് നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്ത് ഉള്ളത്. അപ്പോൾ 24 ആകുമ്പോൾ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് 12.5 കൊടുത്തിട്ടുണ്ട്. 12.5 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഹിപ്പിൻ്റെ മാർക്കിങ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി. ഫുൾ ലെങ്ത് എത്രയാണോ നമുക്ക് അളവ് ചുരിദാറിലുള്ളത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി കൂടുതലിട്ട് വെട്ടിയെടുക്കുക. മടക്കി അടിക്കാനും മുകളിൽ ഷോൾഡർ അടിക്കാനും ഒക്കെ ആയിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയിട്ട് വെട്ടിയെടുക്കുക. ഇത്രയാണ് ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള അളവുകൾ. ഇനി ബാലൻസ് വരുന്ന ആ തുണിയിൽ നമുക്ക് സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കാം.
അതിനായിട്ട് ഒരു ചെറിയൊരു കർവ് ഷേപ്പ് മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവ് ചെയ്ത് ഒരു ഷേപ്പ് പോലെ വരച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ മെയിൻ പാർട്ടിലേക്ക് പിടിപ്പിക്കുന്ന സമയത്ത് ഒന്നും കൂടി വെച്ച് കറക്റ്റ് ചെയ്ത് അളവ് ചുരിദാറിലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചുരിദാറിലേക്ക് കൈ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് ഒരു ഏകദേശ രൂപത്തിലാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റ് അളവിലല്ല കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഞാനത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി നെക്ക് കട്ടിങ്ങൊക്കെ ഉള്ളൂ, അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു ടോപ്പിൻ്റെ കട്ടിങ് ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.